Hello friends, it's me Shabir. വീണ്ടും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാം. നമ്മൾ ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമാണ്. നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ബിഗിനർ ലെവലിലുള്ള വർക്കുകളാണ്. പക്ഷേ നമ്മൾ വെൽഡിംഗ് മെഷീൻ അതുപോലുള്ള നല്ല വലിയ ടൂൾസുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ബിഗിനർ ലെവലിലുള്ള ഈ വർക്കുകൾ അനുകരിക്കാൻ ആർക്കും പറ്റുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് കൂടുതൽ ടൂൾസുകളോ കാര്യങ്ങളൊന്നും ഇല്ലാതെ വെറും ഹാക്സോ ബ്ലേഡ് മാത്രമാണ് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രൊജക്റ്റുകളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ ഞാൻ ഈസി ഹോം ഡെക്കോർ എന്ന് പറഞ്ഞിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, പക്ഷേ ഉള്ള സബ്സ്ക്രൈബേഴ്സിൽ കുറച്ച് പേര് റിക്വസ്റ്റ് ചെയ്തൊരു സംഭവമായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത 2-3 പോട്ട് സ്റ്റാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ആഡ് ചെയ്തിട്ട് ഞാനൊരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കുകയാണ്. അതിലേക്കുള്ള അടുത്തൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മളൊരു ഹോം ഡെക്കോർ പീസായിരുന്നു. അത് ടേബിൾ ടോപ്പ് അതുപോലെ നമ്മൾ കോഫി ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ഹോം ഡെക്കോർ പീസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിച്ച് വഷളാക്കാതെ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ ഒരു വർക്കിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം എടുത്തിട്ടുള്ളത് ഒരു വിറക് പീസാണ്. അത് എന്ത് മരമാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് അറിയില്ല. ഇതിവിടെ വീട്ടിൽ കത്തിക്കാൻ കൊണ്ടുവന്ന വിറകുന്ന ഒരു പീസൊക്കെ എടുത്താണ്. ഇത് ഏകദേശം ഒരു 3 ഇഞ്ച് ഡയമീറ്റർ വരുന്ന ഒരു റൗണ്ടിൽ കട്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു വിറക് പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ജസ്റ്റ് നമ്മളെ റബ്ബറിൻ്റെ ഒരു പീസാണ്, ചെറിയൊരു പലക കഷ്ണം, ഏകദേശം ഒരു 1/2 ഇഞ്ച് തിക്നെസ്സിലുള്ളൊരു ചെറിയൊരു പലക കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വർക്ക് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളാണ്. ആകെ കുറഞ്ഞ ഒരു ഐറ്റംസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു പലകയിൽ ഞാൻ ജസ്റ്റ് ഒരു പാറ്റേൺ വരച്ചിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്യാനുള്ള ഒരു പാറ്റേൺ ആണ്. ഇപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ എന്താണിത് സംഭവം എന്നുള്ളൊരു പിടുത്തൊന്നും കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ ഈ വിറകിൻ്റെ പീസിൽ നിന്ന് നമുക്കിങ്ങനെ റൗണ്ടിലുള്ള ഈ ഒരു കാണുന്ന രീതിയിലുള്ള റൗണ്ടിലുള്ള പീസാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അത് ഏകദേശം ഒരു 1.5 സെൻറ്റിമീറ്റർ തിക്നെസ്, മാക്സിമം ഒരു 2 സെൻറ്റിമീറ്ററിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എന്നാലും 2 സെൻറ്റിമീറ്റർ ഇരുന്നോട്ടെ. 2 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ റൗണ്ടിലുള്ള പീസാണ് ഇതിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്യാനുള്ളത്. നമ്മൾ റൗണ്ടിലുള്ള 3 പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒന്നിന് ഞാൻ തൊലി ഇങ്ങനെ ഇതിൻ്റെ ഈ ഒരു പുറമേയുള്ള തൊലി ഞാൻ കളഞ്ഞിട്ടുണ്ട്. തൊലി കളയാൻ വളരെ സിമ്പിളാണ്. ജസ്റ്റ് ഇങ്ങനെ കൈകൊണ്ട് എടുത്തിട്ട് അത് തന്നെ കിട്ടും. കാരണം ചെറിയ പീസായതുകൊണ്ട് നമുക്ക് അങ്ങനെ എല്ലാ ഭാഗത്തുള്ള തൊലിയും ഇത് കളഞ്ഞിട്ട് ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അങ്ങനെ നമ്മൾ റൗണ്ടിലുള്ള പീസൊക്കെ തൊലിയൊക്കെ കളഞ്ഞാൽ കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷമുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ച രീതിയിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധിച്ച് കട്ട് ചെയ്യുന്നുണ്ട്, കാരണം അത് പെട്ടെന്ന് പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കട്ട് ചെയ്തപ്പോൾ ഇത് പൊട്ടിയുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് 2 ഒട്ടിച്ചെടുത്തതാണ്. പിന്നെ നേരത്തെ പറഞ്ഞതിൽ പെടാത്തൊരു ചെറിയൊരു പീസും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിന് ബേസാക്കി വെക്കാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ സത്യത്തിൽ വിട്ടുപോയതാണ്. ഇതും കൂടി നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാണ്ട് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യാനും അതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാനുണ്ട്. അതും കൂടി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യാം. അത് ജസ്റ്റ് ഒരു സൈഡ് റൗണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ജസ്റ്റ് പഴയൊരു പെയിൻറ്റിൻ്റെ ടിന്ന് വെച്ചിട്ട് ഇതൊന്ന് റൗണ്ട് വരച്ചെടുക്കാണ്, കട്ട് ചെയ്യാനുള്ള ഒരു മാർക്കിന്. എന്നിട്ട് നമുക്ക് നമ്മളെ ജിക്സ് വെച്ചിട്ട് തന്നെ ഈ മാർക്കിലൂടെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു സൈഡ് മാത്രമേ ഞാൻ റൗണ്ടാക്കി എടുക്കുന്നുള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തു. നമ്മൾ ജിക്സോ വെച്ചിട്ട് ഒരു സൈഡ് റൗണ്ട് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒട്ടിച്ചെടുക്കാൻ പോവാണ്. അത് എങ്ങനെ ഒട്ടിക്കേണ്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ നമ്മൾ റൗണ്ടാക്കി കട്ട് ചെയ്യാത്ത ഭാഗമുണ്ടല്ലോ, ഈ ഭാഗത്ത് നിന്ന് സെൻറ്ററായിട്ട് വേണം നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ഒട്ടിക്കാൻ. നമ്മൾ സെൻറ്ററായിട്ട് കറക്റ്റ് വെച്ച് കൊടുക്കാം. വലിയ മാർക്കിങ്ങിൻ്റെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ ഓവർ വെയിറ്റും കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് നമുക്ക് വലിയ സ്ട്രെങ്ത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. അങ്ങനെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള റൗണ്ട് പീസുകളാണ് നമ്മൾ ഒട്ടിച്ചെടുക്കാനുള്ളത്. അതിൽ നമുക്ക് ആദ്യം ഒട്ടിച്ചെടുക്കാനുള്ളത് ഈ ഒരു സൈഡിലാണ്. ഈ
ഈ സൈഡിൽ നമ്മൾ ഒട്ടിക്കുന്ന റൗണ്ട് പീസ് ഓപ്ഷണലാണ് കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ റൗണ്ട് പീസ് ഒട്ടിക്കുന്നതിന് പകരം ജസ്റ്റ് എന്തെങ്കിലും കപ്പ് എന്തെങ്കിലും നിങ്ങൾ ഒട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാനൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു ഹോൾഡറായിട്ട് നിങ്ങൾക്ക് ഓഫീസ് ടേബിളിലും അതുപോലെ നിങ്ങളുടെ സ്റ്റഡി ടേബിളിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അത് കഴിഞ്ഞ് ഏറ്റവും ടോപ്പിലാണ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ടോപ്പിലൊക്കെ ഒട്ടിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് തല കുത്തനെ പിടിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പീസ് ഇവിടെ ആയിട്ടാണ് അവിടെ നമുക്ക് ഒട്ടിക്കാനുള്ളത്. ഇത് ഏകദേശം സെൻറ്ററാക്കി പിടിച്ചിട്ട് വേണം നമുക്ക് ഒട്ടിക്കാൻ. അങ്ങനെ നമ്മൾ എല്ലാ പാർട്ടുകളും തമ്മിൽ ഒട്ടിച്ച് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഈ ഒരു വുഡിൻ്റെ ഗ്രെയിൻസൊക്കെ കറക്റ്റ് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇതിൽ സ്ലീക്ക് അടിക്കുകയാണ്. ഞാൻ മാറ്റ് ഫിനിഷ് സ്ലീക്കാണ് അടിക്കുന്നത്. ഇതിന് മുമ്പ് നമ്മൾ ചെയ്ത വർക്കിലൊക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ മാറ്റ് സ്ലീക്കനാണ്. മാറ്റ് സ്ലീക്ക് അടിച്ച് കഴിഞ്ഞാലുള്ളൊരു മെച്ചം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൽ പോളിഷ് ചെയ്തു എന്നുള്ളൊരു ഫീൽ നമുക്ക് ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ ഗ്രെയിൻസൊക്കെ നല്ല എടുത്ത് കാണിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും മാറ്റ് സ്ലീക്ക് ഉപയോഗിക്കുന്നത്, ഒരു നാച്ചുറൽ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് സ്ലീക്കും കൂടി അടിച്ചിട്ട് ഇന്നത്തെ വർക്ക് നമ്മളിവിടെ ഫിനിഷ് ചെയ്യാൻ പോകാമെന്ന്. അപ്പോൾ നമുക്ക് സ്ലീക്ക് അടിക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുണ്ടാക്കിയ ഒരു ഹോം ഡെക്കർ പീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുള്ളത് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് ഒരു ആക്സോ ബ്ലേഡ് മാത്രം ഉണ്ടെങ്കിൽ നമുക്കിത് ചെയ്യാമെന്ന്. പക്ഷേ ഞാൻ ഉപയോഗിച്ച ആക്സോ ബ്ലേഡ് അല്ല, ജിക്സോ കട്ടറൊക്കെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ പിന്നെ എന്തിനാണ് ആക്സോ ബ്ലേഡ് കൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് പറഞ്ഞതെന്നുള്ളത് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. അതായത് ഈ ഒരു ആക്സോ ബ്ലേഡിൻ്റെ വർക്ക് തന്നെയാണ് നമ്മൾ ജിക്സോ മെഷീൻ വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ കുറച്ച് സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് ജിക്സോ മെഷീൻ യൂസ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതേ വർക്ക് നമുക്ക് ഒരു ആക്സോ ബ്ലേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ ഞാൻ മിറ്റർ സോ വെച്ചുകൊണ്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൗണ്ടിലുള്ള പീസ് കട്ട് ചെയ്തത് ഞാൻ മിറ്റർ സോ വെച്ചിട്ടായിരുന്നു. അതും നമുക്ക് ജസ്റ്റ് ആക്സോ ബ്ലേഡ് കൊണ്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ഞാൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ആ മെഷീനൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്തു എന്നുള്ളൂ. നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് മാക്സിമം കുറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള പവർ ടൂൾസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. നമുക്ക് ആക്സോ ബ്ലേഡ് വെച്ചുകൊണ്ട് ചെയ്യാവുന്ന വർക്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശവും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ തന്നെ അറിയിക്കുക. അതുപോലെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.